പൂരുരുട്ടാതിയുടെ അവസാനത്തെ ഒരു പാദം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളെ ചേരുന്ന മീനൻ രാശി. അതിമനോഹരമായ ഒരു രാശിയാണ് മീനൻ രാശി, കാലപുരുഷൻ്റെ മോക്ഷസ്ഥാനം. പക്ഷേ എന്ത് പറയാനാ, ഈ വർഷം ശനി സഞ്ചരിക്കുന്ന കാലമാണ്. ഏഴരശനി നടക്കുന്നതിനാൽ വ്യക്തി ജീവിതത്തിലെ വലിയ പരീക്ഷണങ്ങൾ നേരിടേണ്ട ഒരു കാലഘട്ടം കൂടിയാണ്. ശ്രദ്ധിക്കണം, സ്വയം എടുക്കുന്ന തീരുമാനങ്ങൾ ഒരു 10 പ്രാവശ്യം ആലോചിച്ചിട്ട് ഒരു കാര്യം എടുക്കാവശ്യം. ഞാൻ കുറച്ച് താഴെയാണ്, അല്ലെങ്കിൽ ഞാൻ നിസ്സഹായനാണെന്ന് വിചാരിച്ചിട്ട് ദാസ്യൻ രാജാവിനെ പോലെ പെരുമാറാൻ നോക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരിത്. അതായത് അപ്പോൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെന്താ, രാജാവിൻ്റെ മുന്നിൽ പെരുമാറാൻ പറ്റുമോ, ഹൈറാർക്കി നോക്കണമെന്നൊക്കെ ചോദിക്കും, ജാതീയമായിട്ട് ചിന്തിക്കും. ഒരു കോൺസ്റ്റബിൾ ആയിരിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ ഒരു സിവിൽ പോലീസ് ഓഫീസറായിട്ടിരിക്കുന്ന ഒരാൾ ഒരു IPS ഓഫീസറെ പോലെ പെരുമാറിയാൽ ഉണ്ടാകുന്ന ഒരു വ്യത്യാസമുണ്ടല്ലോ, അത് ശരിയാണോ? അല്ലെങ്കിൽ ഒരു സാധാ വക്കീലായിരിക്കുന്ന ഒരാൾ ജഡ്ജായി മാറുന്നൊരവസ്ഥ എന്നാലോചിച്ച് നോക്കി. അപ്പോൾ അത് ഓരോരുത്തർക്കും ഓരോ സ്ഥാനവും ഓരോ അവസ്ഥകളുമുണ്ട്, ആ അവസ്ഥയ്ക്കനുസരിച്ച് വേണം ചിന്തിക്കുക. അപ്പോൾ അങ്ങനെ വ്യക്തിബന്ധങ്ങളിൽ വലിയ പരീക്ഷണങ്ങൾ ഉണ്ടാവും, അതുണ്ടാവാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കണം, നന്നായി ശ്രദ്ധിക്കുക. ഇതിനൊരു പരിഹാരവും കൂടി ഭഗവാൻ തരുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 5ാം ഭാവത്തിലൂടെ വ്യാഴം സഞ്ചരിക്കുന്ന കാലമായതിനാൽ ഈശ്വരീയമായിട്ടുള്ള വ്യാഴം ബുദ്ധിശക്തിയുടെ കാരകനാണ്, വിസ്ഡത്തിൻ്റെ കാരകനാണ്. അപ്പോൾ 5 എന്ന് പറയുന്ന ഒരു സുഹൃത ഭാവമാണ്. അവിടെ വ്യാഴം സഞ്ചരിക്കുമ്പം ഉപാസനാദി വിഷയങ്ങളിൽ ഫോക്കസ് ചെയ്താൽ നിങ്ങൾ തീരുമാനമെടുക്കുമ്പം ആ വ്യാഴ ദൃഷ്ടി ശനിക്കുള്ളത് കൊണ്ട് ഒരു പ്രതിസന്ധി വന്നാലും ആ സാഹചര്യത്തെ ഓവർകം ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുകയും മുന്നോട്ട് പോകാൻ കഴിയുകയും ചെയ്യും. വിഷ്ണുപ്രീതി നന്നായിട്ട് വരുത്തണം. അതുകൊണ്ട് ജന്മശനി ആയതുകൊണ്ട് ശാസ്താവിനെ നന്നായിട്ട് ആശ്രയിക്കണം. ശാസ്താവ് ക്ഷേത്രത്തിൽ എള്ളുപായസവും നീരാഞ്ജനവും അതുപോലെ തന്നെ ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജോമവും ധാരയും ചെയ്തുകൊണ്ടേയിരിക്കണം കഴിയുമ്പോഴൊക്കെ. പ്രത്യേകിച്ച് ശനിയാഴ്ച ദിവസങ്ങളിലെങ്കിലും അത് ചെയ്യാൻ ശ്രമിക്കുകയും വേണം. ആത്മീയമായ ചിന്തകൾ, ഈശ്വരോപാസനകൾ, അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് ഇടപെടുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ സമയം. 5 എന്ന് പറയുന്നത് ക്രിയേറ്റീവാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയാനും വായിക്കാനും ഒക്കെ ശ്രമിക്കുന്നതൊക്കെ ആത്മവിശ്വാസക്കുറവിൽ നിന്നും നിങ്ങൾക്ക് കരകയറാൻ പറ്റും. അപ്പം അമിതമായിട്ടുള്ള ചിന്തകളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാം. മാനസിക ആരോഗ്യക്കുറവ്, അതായത് അമിതമായ ചിന്തകളും ആത്മവിശ്വാസം കുറയുമ്പോഴൊക്കെ നമ്മൾ ഒറ്റപ്പെട്ടു പോയി, അയ്യോ ഞാൻ എന്ത് ചെയ്തു, നിസ്സഹായൻ്റെ വേഷം, നമ്മൾ ഒരു നിസ്സഹായനെ പോലെ ഇരിക്കേണ്ടി വരും. അതിലും നല്ലത് ഈശ്വരനെ ആശ്രയിച്ച് ഇതൊക്കെ ശരിയാവുന്നു അത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അപ്പം ധ്യാനവും പ്രാണായാമവും ഈശ്വരോപാസനയും കൃത്യമായിട്ട് ശീലിക്കുകയും അതിൽ അടിയുറച്ച് വിശ്വസിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അത് മാനസികാരോഗ്യമൊക്കെ തിരിച്ചു തരികയും കോൺഫിഡൻസ് തരികയും മുന്നോട്ട് പോകാൻ പറ്റുകയും ചെയ്യും എന്നുള്ളത് 100% ഉറപ്പാണ്.